നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച രാവിലെ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ കൊടകര മേഖലയിൽ വ്യാപക നാശനഷ്ടം. ചാലക്കുടിയിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം, മേൽക്കൂരകൾ പറന്നുപോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13ാം വാർഡ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPMS ആളൂർ യൂണിയന്റെ കീഴിലുള്ള 1450 നമ്പർ പഞ്ഞപ്പള്ളി ശാഖയുടെ വാർഷിക പൊതുയോഗം നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ തൊഴിൽ പൂരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച രാവിലെ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ കൊടകര മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി. കൊടകര പുത്തുക്കാവ് കനാൽ ബണ്ട് റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മനക്കുളങ്ങര പോസ്റ്റ് ഓഫീസിനു സമീപം പടിക്കലപ്പറമ്പിൽ ബിജുവിന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ തെങ്ങുവീണു. വീട് ഭാഗികമായി തകർന്നു. ആനത്തടം സ്വദേശികളായ ചെറുപറമ്പിൽ കുട്ടൻ, മണ്ടത്തറ കുട്ടൻ, ഞാറേക്കാടൻ മോഹനൻ, ഞാറക്കാടൻ ശങ്കുണ്ണി, പണ്ടാരപ്പറമ്പിൽ ബാലകൃഷ്ണൻ എന്നിവരുടെ നിരവധി ജാതികൾ കടപുഴകി വീണു. ആനത്തടം ചുങ്കത്ത് റാഫേലിന്റെ മോട്ടോർ ഷെഡ് ശക്തമായ മഴയിൽ തകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനും സംഘവും സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചാലക്കുടിയിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം, മേൽക്കൂരകൾ പറന്നുപോയി. ചാലക്കുടി നഗരസഭയിലെ പടിഞ്ഞാറെ ചാലക്കുടി മേഖലകളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചു. വൻ നാശനഷ്ടം. 2 വാർഡുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. 2 സെക്കൻഡ് നേരം കൊണ്ട് കിഴക്കുഭാഗത്ത് നിന്ന് വീശിയടിച്ച കാറ്റിൽ നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. വലിയ ശബ്ദത്തോടെയാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. വലിയ ശബ്ദം കേൾക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞെന്ന് വീട്ടുകാർ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 9 മണി കഴിഞ്ഞാണ് സംഭവം. പടിഞ്ഞാറെ ചാലക്കുടി 26ാം വാർഡിലെ വെസ്റ്റ് ഹീറോസ് ക്ലബ് പരിസരം, IRMLP സ്കൂളിന്റെ പുറകുവശം, മഹാത്മാഗാന്ധി റോഡ് പരിസരത്തും വാർഡ് 24ലെ പടിഞ്ഞാറെ ചാലക്കുടി മനപ്പടി ഭാഗത്തുമാണ് കൂടുതൽ നാശം. ഇതിനു പുറമെ ചാലക്കുടി മരത്തോമ്പിള്ളി ക്ഷേത്ര പരിസരത്തും കാറ്റ് വീശി നാശമുണ്ടായി. ചാമട സുന്ദരന്റെ വീടിന്റെ മുകളിലേക്ക് വലിയ പ്ലാവ് കടപുഴകി വീണു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ ഇരുമ്പ് ഗേറ്റ് കാറ്റിൽ മറിഞ്ഞു വീണു. പടിഞ്ഞാറെ ചാലക്കുടി ഹീറോസ് ക്ലബിന് സമീപത്തെ പൂലാനി വീട്ടിൽ ജോർജിന്റെ വീടിന് മുകളിൽ വലിയ ട്രസ് പൂർണ്ണമായി പറന്ന് സമീപത്തുള്ള പൊന്മിനിശ്ശേരി ജോസിന്റെ ഓട് വീടിന്റെ മുകളിലേക്ക് വീണു. വീടിന്റെ പുറകുഭാഗം പൂർണ്ണമായി തകർന്നു. ട്രസ്സിന്റെ ഇരുമ്പിന്റെ കാല് പറിച്ചെറിയുകയായിരുന്നു. ജോസിന്റെ ഭാര്യ മിനി സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേറ്റില്ല. സമീപത്തുള്ള പട്ടാളിയ സജിയുടെ വീടിന്റെ മുകളിലെ ട്രസ്സിന്റെ ഓടുകൾ പറന്നുപോയി. തരകൻ ശോശാമയുടെ വീടിന്റെ ഒരു മുറിയിലെ ഓടും പറന്നുപോയി. കാറ്റ് വീശുമ്പോൾ അടുത്ത മുറിയിൽ കിടന്നിരുന്ന ശോശാമയ്ക്ക് ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. 2018ലെയും 19ലെയും കാറ്റിൽ വൻ നാശം വിതച്ച അമ്പൂക്കൻ ജെയ്സന്റെയും ഏകദേശം 1/2 ഏക്കറോളം വരുന്ന പറമ്പിലെ 20ഓളം കായ്ക്കുന്ന ജാതികൾ, 15 അടയ്ക്കാമരം, ഒരു വലിയ തേക്ക്, നിരവധി കുലച്ച വാഴകളും നശിച്ചു. ജാതിയെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ കടപുഴകി മറിഞ്ഞിരിക്കുന്നു. സഹോദരൻ ജേക്കബിന്റെയും ജാതി, അടയ്ക്കാമരവും ഒടിഞ്ഞു. വർഷം തോറും ലക്ഷക്കണക്കിന് രൂപയുടെ ജാതി കിട്ടിയിരുന്ന മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത്. മഹാത്മാഗാന്ധി റോഡിൽ മാളിയേക്കൽ അന്തോണിയുടെ വീട്ടിലെ വലിയ തേക്ക്, പ്ലാവ്, വാഴകൾ, കൊടപ്പുളി ഇതെല്ലാം ഒടിഞ്ഞ് ടെറസിന് കേടുപറ്റി. അങ്കാരത്ത് തങ്കയുടെ വീട്ടിലെ 3 വലിയ ജാതി, അമ്പൂക്കൻ മത്തായിയുടെ 10 ജാതി മരവും വീണു. മീനാക്ഷി ഭവനിലെ സദാനന്ദന്റെ വീട്ടിലെ അടയ്ക്കാമരം ഒടിഞ്ഞു വീണു. പല്ലൻ വർഗീസിന്റെ വീട്ടിൽ ജാതിമരം വീണ് വീടിന് കേടുപാടുകൾ പറ്റി. PK ജേക്കബിന്റെ മാവ് ഒടിഞ്ഞു വീണു. ജോസ് മഞ്ഞളയുടെ വീട്ടിലെ ജാതിമരം വീണ് മതിൽ തകർന്നു. വില്ലനശ്ശേരി വേലായുധൻ ഷൈജുവിന്റെ വീടിന്റെ ടെറസിലേക്ക് മാവ് വീണ് കേടുപറ്റി. മേനോത്ത് ബാബുവിന്റെ ഒട്ടനവധി വാഴകൾ ഒടിഞ്ഞു.
പൂതക്കാടൻ സുമേഷിന്റെ മാവ് ഒടിഞ്ഞു വീണെങ്കിലും വീടിനൊന്നും പറ്റിയില്ല. അമ്പൂക്കൻ മത്തായിയുടെ നിരവധി ജാതിമരങ്ങൾ വീണു. മുളങ്ങാട്ടുകര കൊച്ചുണിയുടെ വീടിന്റെ മുൻവശത്തെ ട്രസ് മുഴുവനായി താഴെ വെച്ചിരുന്ന 2 മോട്ടോർ ബൈക്കിലേക്ക് വീണു. 24-ാം വാർഡിലെ പാലമറ്റത്ത് കുറ്റിയിൽ തോമൻ പോളിന്റെ 5ഓളം ജാതി പ്ലാവ്, മാവ്, തെങ്ങ്, അടയ്ക്കാമരവും ഒടിഞ്ഞു. പുതിയതായി പണിയുന്ന ടെറസിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല. പ്രായമായ ചാരമ്പള്ളി ഇന്ദിരാമയുടെ ഓടിട്ട വീടിന്റെ മുകളിലേക്ക് സമീപത്തെ പറമ്പിലെ തെങ്ങും മാവും വീണ് വീടിന് കേടുപാടുകൾ പറ്റി. കാറ്റ് വീശിയ സമയത്ത് ഇന്ദിരാമ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. കൊളവള്ളി ആന്റണിയുടെ ജാതിമരങ്ങൾ, പാലമറ്റത്ത് കുറ്റിയിൽ ടോമിയുടെ തേക്ക്, മാവ്, ജാതിമരങ്ങളും മറിഞ്ഞു. കുറ്റിക്കാടൻ വീട്ടിൽ ചാക്കോച്ചന്റെ വീട്ടിലെ 2 വലിയ ജാതിമരങ്ങൾ കടപുഴകി വീണു. ചിറക്കൽ വാരിയം രാധാകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീടിന്റെ വലിയ മാവ് കടപുഴകി വീണ് 2 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പുതിയതായി അടുക്കള ഭാഗത്തുള്ള ഷീറ്റ് തുളഞ്ഞ് കേടുപാടുകൾ സംഭവിച്ചു. ഗൃഹോപകരണങ്ങൾ തകർന്നു. വാർക്ക വീടിനും കേടുപാടുകൾ പറ്റി. സംഭവ സമയത്ത് അടുത്ത മുറിയിൽ മകൾ ഐശ്വര്യ കിടക്കുന്നുണ്ടായെങ്കിലും പരിക്കുപറ്റിയില്ല. സമീപത്ത് താമസിക്കുന്ന ചിറക്കൽ വാരിയം ഗിരിജയുടെ വീടിന് കേടുപാടുകൾ പറ്റി. മേലെടുത്ത് അശോക് കുമാറിന്റെ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന വിളവെടുക്കാറായ കപ്പ കാറ്റിൽ ഒടിഞ്ഞുപോയി. കൗൺസിലർ സുധാ ഭാസ്കരന്റെ വീട്ടിലെ തെങ്ങൊടിഞ്ഞ് വൈദ്യുതി കമ്പിയിൽ വീണു. മാമ്പ്രക്കാട്ടിൽ ഭാസ്കരന്റെ വീട്ടിലെ തേക്കൊടിഞ്ഞ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. ഇടത്തോട്ട് വീട്ടിൽ സജികുമാറിന്റെ മാവ്, കപ്പ, പ്രദീപ് മേലെടുത്തിന്റെ മാവും ഒടിഞ്ഞു വീണു. മരങ്ങൾ വീണ് 2 വാർഡുകളിലായി നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ, വാർഡ് കൗൺസിലർമാരായ ജിതി രാജൻ, സുധാ ഭാസ്കരൻ, മുൻ കൗൺസിലർ MP ഭാസ്കരൻ, തഹസിൽദാർ PK ജേക്കബ് എന്നിവർ സ്ഥലവും വീടുകളും സന്ദർശിച്ചു. വീടുകൾക്കും കൃഷിനാശം വന്നതിനും കണക്കെടുത്ത് ധനസഹായം നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ MLA തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തിവരുന്നു. കഴിഞ്ഞ വർഷവും 26-ാം വാർഡിലുണ്ടായ ചുഴലിക്കാറ്റിൽ വലിയ നാശം വിതച്ചതിന് സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇത്തവണയും നാശം വരുത്തിയതെന്ന് വാർഡ് കൗൺസിലർ ജിതി രാജൻ പറഞ്ഞു. നഗരസഭയിലെ മറ്റു പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. മേലൂർ പഞ്ചായത്തിലെ പൂലാനിയിലും വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു. രാവിലെ 9:00-ക്കുണ്ടായ ചുഴി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകളുടെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ലൈനുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്, തഹസിൽദാരുടെ അടുത്ത് നാശനഷ്ടങ്ങൾ പരിശോധിക്കാനായിട്ടും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറ്റിന് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13-ാം വാർഡ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. പെൻഷൻ ഭവനിൽ നടത്തിയ കുടുംബ സംഗമം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വാർഡിലെ 70 വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും അനുമോദിച്ചു. ചാലക്കുടി UDF കൺവീനർ VO പൈലപ്പൻ, വാർഡ് പ്രസിഡന്റ് പ്രദീപ്, AD ബാലചന്ദ്രൻ, കൊടകര മുൻ മണ്ഡലം പ്രസിഡന്റ് MK ഷൈൻ, DCC സെക്രട്ടറി ഡെൽജിത്ത് ഞർലേലി, മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത്, ജോയ് ചെമ്പകശ്ശേരി, വാർഡ് മെമ്പർ പനില ഗിരീശൻ, പ്രോഗ്രാം കോർഡിനേറ്ററും മണ്ഡലം കർഷക പ്രസിഡന്റുമായ ജോസ് കോച്ചക്കാടൻ, മണ്ഡലം സെക്രട്ടറി KG ബിജു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, ചരിത്രത്തെ സംസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100 വർഷക്കാലം നമ്മുടെ നാട് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ സാമൂഹ്യ സ്ഥിതി ഇവിടെ സൂചിപ്പിച്ചു. ദേശീയവും അന്തർദേശീയവുമായ തൊഴിലവസരങ്ങളെ ആത്മവിശ്വാസത്തോടെ ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗാർത്ഥികളെ ഒരുക്കുന്നതിന് നിരവധി ക്രമീകരണങ്ങൾ സർക്കാർ നടത്തിവരുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ പൂരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതിനകം 7.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾ പുതിയതായി തൊഴിൽ നൽകാൻ സാധിച്ചു. നവവൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടെ പരിശീലനം നൽകി വ്യത്യസ്ത മേഖലകളിൽ ജോലി ലഭിക്കാൻ സഹായകരമായ ഇടപെടൽ കേരള നോളജ് ഇക്കോണമി മിഷന്റെയും KDISCന്റെയും മുൻകൈയോടെ സംസ്ഥാനത്ത് നടന്നുവരുന്നു. കാൽദിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷനായി. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ
തൊഴിലവസരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ ജിജു പി അലക്സ്, ഡെപ്യൂട്ടി മേയർ ML റോസി എന്നിവർ വിശിഷ്ടാതിഥികളായി. വ്യവസായ വികസന ഓഫീസർ ഡോക്ടർ ഇജാസ് അഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിജ്ഞാന കേരളം തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, അഡീഷണൽ സെക്രട്ടറി NK ഹരീഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MLA-ആയി 4 വർഷം പിന്നിട്ട സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി PWD ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, നേതാക്കളായ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, VO പൈലപ്പൻ, എബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര പ്രസ് ക്ലബിന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ചാലക്കുടി പ്രസ് ക്ലബിലെയും അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ MLA-യെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ്, സെക്രട്ടറി TG അജോ, ട്രഷറർ ഡിനോ കൈനാടത്ത്, വൈസ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ, ജോയിന്റ് സെക്രട്ടറി PK നൌഷാദ് എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ജയിക്കുന്നത് ഒരു കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലാണ് ജനപ്രതിയാകുന്നത്. വലിയ പ്രതിസന്ധികളൂടെ നമ്മുടെ നാട് കടന്നുപോയ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എല്ലാവർക്കും അറിയാം, KPMS ആളൂർ യൂണിയന്റെ കീഴിലുള്ള 1450 നമ്പർ പഞ്ഞപ്പള്ളി ശാഖയുടെ വാർഷിക പൊതുയോഗം നടത്തി. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുന്ദരൻ പുഞ്ചപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KPMS സംസ്ഥാന പ്രസിഡന്റും ശാഖ അംഗവുമായ PA അജയ് ഘോഷിനെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കേരള ഫീഡ്സിൽ നിന്നും റിട്ടയേർഡായ PK കൃഷ്ണൻ, KCB സബ് എഞ്ചിനീയർ PV സുരേന്ദ്രൻ എന്നിവരെയും അനുമോദിച്ചു. പഞ്ചമിയുടെ പേര് നാമകരണവും ആദ്യ ഉൽപ്പന്ന വിതരണവും സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ് നിർവഹിച്ചു. പഞ്ചമി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ധ്യ മനോജ്, ഗജാൻജി, രമ്യ അജിത്, ശാഖാ കമ്മിറ്റി അംഗം ശ്രീഷ്മ ശ്രീജേഷ്, ശാഖാ സെക്രട്ടറി ശ്രീജ സുമേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. മെയ് മാസത്തിലെ ജില്ലാ ആസൂത്രണ സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 104 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 2025-26 വാർഷിക പദ്ധതി അംഗീകാരം നൽകി. 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ഇനി അംഗീകാരം ലഭിക്കാൻ ബാക്കിയുണ്ട്. 2024-25 വാർഷിക പദ്ധതി വിഹിതം ചെലവാക്കിയതിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ തൃശൂർ കോർപ്പറേഷന് പുരസ്കാരം നൽകി ആദരിച്ചു. വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ മികച്ച നേട്ടം കൈവരിച്ച ചാവക്കാട്, കുന്നംകുളം നഗരസഭകൾക്കും ചേർപ്പ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പുരസ്കാരം നൽകി. 100% പദ്ധതി വിഹിതം ചിലവഴിച്ച് മികച്ച നേട്ടം കൈവരിച്ച ജില്ലയിലെ 25 ഗ്രാമപഞ്ചായത്തുകളെ പുരസ്കാരം നൽകി ആദരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായയ്ക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ യാത്രയയപ്പ് നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. തിങ്കളാഴ്ച രാവിലെ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ കൊടകര മേഖലയിൽ വ്യാപക നാശനഷ്ടം.
ചാലക്കുടിയിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം, മേൽക്കൂരകൾ പറന്നുപോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13ാം വാർഡ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPMS ആളൂർ യൂണിയന്റെ കീഴിലുള്ള 1450 നമ്പർ പഞ്ഞപ്പള്ളി ശാഖയുടെ വാർഷിക പൊതുയോഗം നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ തൊഴിൽ പൂരം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.